കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കല്ലൂർ നിവാസികൾ. കല്ലൂരിലെ KK മുക്ക്, കല്ലൂർക്കാവ്, ധാരയിൽ താഴെ ഭാഗങ്ങളിലാണ് കാട്ടുപന്നികളും മുള്ളൻ പന്നികളും കൃഷിനാശം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടങ്ങളിലെ 100ഓളം നാമമാത്ര കർഷകർ തങ്ങളുടെ വീടുകളിലേക്ക് ആവശ്യമായി കൃഷി ചെയ്തു വരുന്ന കൃഷികളാണ് കാട്ടുപന്നിക്കൂട്ടം നശിപ്പിച്ചത്. പ്രധാനമായും കപ്പ, വാഴ, ചേന, ചേമ്പ്, കവുങ്ങിൻ തൈകൾ, തെങ്ങിൻ തൈകൾ, ചെറുകിഴങ്ങ് തുടങ്ങിയവയാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തെങ്ങിൻ ചുവടുകളെല്ലാം ഉഴുതുമറിച്ച നിലയിലാണ്. കൂടയ്ക്കൽ അമ്മദ്, വടക്കയിൽ ബാലൻ നായർ, ചെറുപീടികയിൽ ജാനു അമ്മ, KK മുക്കിലെ പുല്ലരിക്കണ്ടി PK കൃഷ്ണദാസ്, കറുത്ത കുളങ്ങര കുഞ്ഞിക്കണ്ണൻ, ചാലിൽ മീത്തൽ ദാമോദരൻ നായർ, കൂടയ്ക്കൽ രാജൻ, കല്ലൂർ കാവിന് സമീപം നടുക്കണ്ടി ബാലക്കുറുപ്പ്, നടുക്കണ്ടി ശ്രീധരക്കുറുപ്പ്, കല്ലൂർ മഠത്തിൽ മോഹനൻ സ്വാമി, പുത്തൂർ സരോജിനി തുടങ്ങി 100ഓളം കർഷകരുടെ കൃഷികളാണ് കാട്ടുപന്നി നശിപ്പിച്ചിരിക്കുന്നത്. സമീപത്തൊന്നും ഫോറസ്റ്റ് ഒന്നും ഇല്ലെന്നിരിക്കെ കാട്ടുപന്നികൾ എങ്ങനെ ഇവിടെ എത്തിയെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കിലോമീറ്ററുകൾ അകലെയുള്ള മരുതോങ്കര പഞ്ചായത്തിലെ ജാനകിക്കാടാണ് ഈ പ്രദേശത്തിന് അടുത്തുള്ള ഫോറസ്റ്റ്. കാട്ടുപന്നികളുടെയും മുള്ളൻ പന്നികളുടെയും ശല്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ നടപടികളും കൃഷിനാശത്തിന് തക്കതായ നഷ്ടപരിഹാരങ്ങളും ലഭിക്കാൻ വനം, കൃഷി വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും നടപടികൾ സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഈ നാട്ടിൽ പന്നീനെ കൊണ്ടുള്ള ശല്യ, അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ നാട്ടിലും പന്നി ഇറങ്ങിയിട്ട് ജനങ്ങൾക്ക് ഒന്നും ഒരു സാധനവും കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ചേന, ചേമ്പ്, വാഴ, പൂള, കൂവ നശിപ്പിച്ചിട്ടുണ്ടേ. എല്ലാം നശിപ്പിച്ചു. 75 വാഴ വെച്ചതാണ്. അതിൽ 72 പോയി. ഒറ്റ ദിവസം രാത്രി കൊണ്ട് പൊക്കിയതാണ്. സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ പൊക്കി 2 ദിവസമായി കാണും, മറ്റൊരു 4 ദിവസമായി. ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. തന്നെയാണ്, ഒരു ജാതിയിലും ജീവിക്കാൻ പറ്റിയത്. എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും കൊട്ടിയൊന്നുമില്ല. 2-3 ദിവസങ്ങളായി, 2 മാസമല്ല, കുറേ ദിവസങ്ങൾ മുമ്പ് തന്നെ ഈ കല്ലൂരുള്ള മുഴുവൻ കർഷകരുടെയും ചേമ്പ്, വാഴ, 2-3 മാസമായ വാഴകളൊക്കെ പന്നി കുത്തി നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ കഷ്ടത്തിലാണ് ഇവിടുത്തെ കർഷകർ. അതുപോലെ തന്നെ മരച്ചീനി, ഒരുപാട് മരച്ചീനി കൃഷിയുള്ളതാണ്, എല്ലാം നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ കൃഷി വകുപ്പിൽ നിന്ന് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഈ കൃഷി നശിപ്പിക്കപ്പെട്ട കർഷകർക്ക് ധനസഹായം ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ പന്നിയെ തുരത്താനുള്ള എന്തെങ്കിലും ഒരു പരിപാടി നിർബന്ധമായിട്ടും പഞ്ചായത്തു നിന്നും മറ്റേ കൃഷി വകുപ്പിൽ നിന്നൊക്കെ ഉണ്ടാകണം. ഈ 13-ാം വാർഡിലെ കല്ലൂരിലെ കർഷകർക്ക് ഉണ്ടായൊരു അനുഭവമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു 3-4 മാസങ്ങളായി കാട്ടുപന്നികളുടെ ശല്യം വളരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലാണ്. കാരണം ഉപജീവന മാർഗമായി പോകുന്ന കല്ലൂരിലെ കർഷകർ അവർക്ക് മരച്ചീനിയായാലും അതുപോലെ തന്നെ വാഴ കൃഷിയായാലും മറ്റ് കൃഷികളെല്ലാം തന്നെ നശിക്കപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയിൽ ഇവിടെ പഞ്ചായത്ത് അധികാരികളും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെയോ അല്ലെ മറ്റുള്ള അധികാരികളൊന്നും ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവർക്കൊരു ഒരു താങ്ങും തണലായി മാറണമെങ്കിൽ ഈ പ്രദേശത്തുള്ള ഇത്തരം ദുരനുഭവങ്ങൾ മാറ്റിക്കിട്ടണമെങ്കിൽ ശക്തമായ ഒരു ഇടപെടൽ നടത്തേണ്ടി വരണം. അതിനുവേണ്ട എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെയുള്ള അധികാരികൾ ചെയ്തു തരണമെന്നാണ് ഞങ്ങളുടെ എളിയൊരു അഭ്യർത്ഥന. പ്രദേശത്ത് കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ യോഗങ്ങൾ ചേർന്ന് തുടർ നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. സുബിത അനിൽ, പ്രൂവിഷൻ ന്യൂസ്, പേരാമ്പ്ര. मेरी पहचान मेरे नाम से कहीं ज्यादा है। मैं रिवाज हूँ।
मैं सितारा हूँ और उसकी रोशनी भी। विरासत हूँ मैं, कल आज और कल की। मैं हूँ स्वर्णकृति। पेश है स्वर्णकृति, सोने से बना एक अनोखा हैंडक्राफ्टेड कलेक्शन फ्रॉम मलाबार गोल्ड एंड डायमंड्स।